കാൻവ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ടെംപ്ലേറ്റ് എഡിറ്റിങ്, കസ്റ്റമൈസിങ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് കാൻവയിലെ ടൂൾസ് നമ്മൾ പരിചയപ്പെടുകയാണ്. ഇതിനായിട്ട് കാൻവ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കാൻവയിൽ താഴെ കാണുന്ന ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം വാട്ട് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഇൻസ്റ്റഗ്രാം സ്ക്വയർ എന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നു. ഇൻസ്റ്റഗ്രാം സ്ക്വയർ. ഫസ്റ്റ് കാണുന്ന ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇൻസ്റ്റഗ്രാമിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു പിക്ചറിൻ്റെ ഡൈമെൻഷനാണിത്. ഈ വൈറ്റ് ഭാഗത്തിന് പറയുന്ന പേരാണ് ക്യാൻവാസ്. ഓക്കെ, ഇനി ഈ ക്യാൻവാസിലേക്ക് നമ്മൾ ഡിസൈൻ കൊണ്ടുവരുന്നു. ഞാനിവിടെ ഒരു ഫോട്ടോ കൊണ്ടുവരുന്നു. എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുന്നു. സെർച്ച് എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഫോട്ടോസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഞാനിവിടെ ഈ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു കേട്ടോ. ഈ കുട്ടിയുടെ ഫോട്ടോ. ഈ ഒരു ഫോട്ടോക്ക് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കുന്ന ടൂള് ബാക്ക്ഗ്രൗണ്ട് റിമൂവലാണ്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴത്ത് BG റിമൂവർ എന്ന് കാണാം. ആ BG റിമൂവർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. കണ്ടില്ലേ? വേറൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. കാൻവയിൽ നമുക്ക് ഏതൊരു ഫോട്ടോയുടെയും ബാക്ക്ഗ്രൗണ്ട് വളരെ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ശേഷം ഇവിടെ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് BG റിമൂവർ എന്ന് കാണാം. കമ്പ്യൂട്ടറിലാണെങ്കിൽ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എഡിറ്റ് ഓപ്ഷനിൽ പോവുക. അതിലായിരിക്കും ഈ BG റിമൂവർ എന്നുള്ളത് കേട്ടോ. എന്നിട്ട് ഈ BG റിമൂവർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ആ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ആയിട്ടുണ്ട്. ഈ ഒരു ടൂൾ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ അടുത്തൊരു ടൂള് മാജിക് എഡിറ്റ് എന്നൊരു ടൂളാണ്. അതിനായിട്ട് ഞാനിവിടെ വേറൊരു ഫോട്ടോ ഓപ്പൺ ചെയ്യുന്നു. ഞാൻ ഈ ഒരു ഇൻറ്റീരിയറിൻ്റെ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊരു ഫോട്ടോയും സെലക്ട് ചെയ്യാം. ശേഷം ഈ ഒരു ഫോട്ടോയിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ താഴത്ത് ഈ ഓപ്ഷൻസ് എല്ലാം വന്നു. ഇതിൽ മാജിക് സ്റ്റുഡിയോ എന്നൊരു ഓപ്ഷൻ കാണാം. BG റിമൂവറിൻ്റെ തൊട്ടപ്പുറത്തായിട്ട്. കമ്പ്യൂട്ടറിലാണെങ്കിൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഡിറ്റിൽ പോവുക. എഡിറ്റിലുണ്ടാവും മാജിക് സ്റ്റുഡിയോ കേട്ടോ. മാജിക് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ BG റിമൂവർ, അത് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ മാജിക് എഡിറ്റർ ഓപ്ഷനാണ്. അവിടെ ഈ ഒരു ഫ്ലവറിൻ്റെ ഈ ഒരു ചിത്രങ്ങൾ, ആ ഒരു മാജിക് എഡിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ശേഷം ഇതിൽ ബ്രഷ് എന്നുണ്ട്, ക്ലിക്ക് എന്നുണ്ട്. ക്ലിക്ക് എന്നുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതൊന്ന് സ്കാൻ ആവുന്നത് കാണാം. സ്കാനായി കഴിഞ്ഞിട്ടുണ്ട്. ശേഷം ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഏതെങ്കിലും വസ്തു നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു കാർപ്പറ്റ് ക്ലിക്ക് ചെയ്തെടുത്തു കേട്ടോ. ആ ഒരു കാർപ്പറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ആ ഒരു കാർപ്പറ്റ് ഇപ്പോൾ സെലക്ട് ആയിട്ടുണ്ട്. ശേഷം നെക്സ്റ്റ് എന്ന് കാണാം താഴത്ത്. ആ നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രൈബ് വാട്ട് യു ടു ആഡ് ഓർ ചേഞ്ച്, ഇതിലെന്ത് മാറ്റം വരുത്താനാണ് ആഗ്രഹിക്കുന്നത് അതിവിടെ അടിക്കാൻ വേണ്ടി കേട്ടോ. ഞാനിവിടെ റെഡ് കളർ കാർപ്പറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ആ ഒരു കാർപ്പറ്റിൻ്റെ കളർ മാറിയത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ? ആദ്യം ഒരു കളറാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഈ ഒരു കളറിലേക്ക് വന്നു. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ടൂള് ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ, രണ്ടാമത് ഇപ്പോൾ പറഞ്ഞ ടൂള് മാജിക് എഡിറ്റ്. അതെങ്ങനെയാണ് എടുക്കലൊന്നും പറഞ്ഞുതരാം. അത് ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മാജിക് സ്റ്റുഡിയോ എന്നുണ്ടാവും. മാജിക് സ്റ്റുഡിയോയിൽ വരിക, അതിൽ മാജിക് എഡിറ്റ് എന്ന് കാണാം. മാജിക് എഡിറ്റിൽ വരിക, എന്നിട്ട് ക്ലിക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഫോട്ടോ ഒന്ന് സ്കാൻ ആവും. എന്നിട്ട് നമുക്ക് ഏതാണ് മാറ്റം വരുത്തേണ്ടത് ആ ഒരു വസ്തു ക്ലിക്ക് ചെയ്യുക. നേരത്തെ നമ്മൾ കാർപ്പറ്റ് മാറ്റം വരുത്തില്ല, ഇനി നമ്മൾ വേറെ എന്തെങ്കിലും മാറ്റം വരുത്തി വെക്കാം. ഞാൻ ഈ ഒരു
ഫ്രെയിം ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്തു. ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാണ്. ഞാൻ അവിടെ മെസ്സി ഫ്രെയിം എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം ജനറേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഒരു ഫ്രെയിം അവിടെ മാറിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മോഡൽസ് കാണുന്നുണ്ട്. ഏതെങ്കിലും മോഡൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. ഓക്കെ, മുമ്പ് ഈ ഒരു ഫ്രെയിമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു ഫ്രെയിമിലേക്ക് നമ്മൾ മാറ്റി. അതിനായിട്ട് നമ്മൾ ഉപയോഗിച്ച ടൂള് മാജിക് എഡിറ്റ് എന്നുള്ളത്. ഇനി അതിൽ മാജിക് എഡിറ്റിൽ നമ്മളിപ്പോൾ ക്ലിക്കാണ് സെലക്ട് ചെയ്തത്. ഇനി ബ്രഷ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് കാണിച്ചു തരാം. അതിനായിട്ട് വീണ്ടും ഞാൻ ഈ മാജിക് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് അതിൽ മാജിക് എഡിറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ശേഷം ഇനി ബ്രഷ് കാണിക്കാൻ പോകുന്നു കേട്ടോ. അതിനായിട്ട് ആ ബ്രഷ് ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. ഇനി അവിടെ നമുക്ക് എന്താണ് വേണ്ടതെന്ന് ടൈപ്പ് ചെയ്യാം. ഞാൻ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ടൈപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ ബ്രഷ് ചെയ്തെടുത്ത് എന്താ വേണ്ടത്, ഞാനിവിടെ ഫുട്ബോൾ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു ബോൾ വന്നിട്ടുണ്ട്. അതവിടെ ഇല്ലായിരുന്നു. ഇതാണ് മാജിക് എഡിറ്റ് എന്ന ഈ ഒരു ഓപ്ഷന്. ഇനി നമുക്കിതിൽ പറയാനുള്ളത് മാജിക് സ്റ്റുഡിയോയിൽ നമുക്ക് പറയാനുള്ളത് ഇതിൽ BG ജനറേറ്റർ എന്നൊരു ഓപ്ഷനാണ്. അതിനായിട്ട് ഞാൻ ഈ വേറൊരു ഫോട്ടോ എടുക്കുന്നു കേട്ടോ. എലമെൻസിൽ പോകുന്നു. ശേഷം ഞാനിവിടെ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു, ഇയാളെ ഫോട്ടോ. ഓക്കെ, നിങ്ങളെ ഫോട്ടോനെ അടുത്ത് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് മാജിക് സ്റ്റുഡിയോയിൽ പോയി അതിൽ BG ജനറേറ്റർ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് ഈ ഒരു ഫോട്ടോയ്ക്ക് ഏതൊരു ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത് എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ യെല്ലോ കളർ എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു കേട്ടോ. ഓക്കെ, ആ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു യെല്ലോ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പ്രോംപ്റ്റ് കൊടുത്ത് വെക്കണം ഓട്ടോകാൻ എടുത്തിട്ട്. ഇനി മാജിക് സ്റ്റുഡിയോയിൽ വരുന്നു. മാജിക് സ്റ്റുഡിയോയിൽ BG ജനറേറ്ററിൽ ഞാനിവിടെ നേരത്തെ യെല്ലോ കളർ എന്നല്ല കൊടുത്തത്. ഇനി ഇവിടെ ഞാൻ ഡൽഹി മസ്ജിദ് എന്ന് കൊടുത്തു. ജനറേറ്റ് ഏതൊരു ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ക്യാൻവയിൽ ചെയ്തിട്ടുള്ള ഏതൊരു ഡിസൈനും ഗാലറിയിലേക്ക് സേവ് ചെയ്യാനായിട്ട് ഇടത് സൈഡിലുള്ള ഏറ്റവും മുകളിലേക്കുള്ള ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യാം. ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ ഡൗൺലോഡ് ചെയ്യാം. എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വർക്ക് സെൻഡ് ചെയ്യാം കേട്ടോ.